2010 ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ഫിഫ ലോകകപ്പ് സ്പെയിനിൻ്റെ ഫുട്ബോൾ ചരിത്രത്തിലെ ചരിത്ര നിമിഷമായി അടയാളപ്പെടുത്തപ്പെട്ടു. അവർ ആദ്യമായി ലോകകപ്പ് കിരീടം നേടി ഫുട്ബോൾ ചരിത്രത്തിൽ അവരുടെ പേര് എഴുതി ചേർത്തു. കോച്ച് വിസെൻ്റെ ഡെൽ ബോസ്കിൻ്റെ നേതൃത്വത്തിൽ ടീമിൻ്റെ നൈപുണ്യത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും തന്ത്രപരമായ മികവിൻ്റെയും തെളിവായിരുന്നു മഹത്വത്തിലേക്കുള്ള ആ യാത്ര. ആവേശവും സമ്മർദ്ദവും ഇടകലർന്നാണ് ടൂർണമെൻറ്റിലെ സ്പെയിനിൻ്റെ ക്യാമ്പയിൻ ആരംഭിച്ചത്. ടിക്കി ടാക്ക ശൈലിക്ക് പേരുകേട്ട സ്പെയിൻ ഫേവറേറ്റുകൾ തന്നെയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ സ്വിറ്റ്സർലൻഡ്, ഹോണ്ടുറാസ്, ചിലി എന്നിവരെയാണ് സ്പെയിൻ നേരിട്ടത്. ഉദ്ഘാടന മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡിനോട് 1-0 ആശ്ചര്യകരമായ തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും ഹോണ്ടുറാസിനും ചിലിക്കുമെതിരെ ഉജ്ജ്വലമായ വിജയങ്ങളുമായി സ്പെയിൻ തിരിച്ചുവന്നു നോക്കൌട്ട് ഘട്ടത്തിൽ സ്ഥാനമുറപ്പിച്ചു. ടൂർണമെന്റ് പുരോഗമിക്കുമ്പോൾ സ്പെയിനിന്റെ യഥാർത്ഥ സാധ്യതകൾ വെളിപ്പെടാൻ തുടങ്ങി. റൗണ്ട് ഓഫ് 16 കടുത്ത മത്സരത്തിൽ അവർ പോർച്ചുഗലിനെ നേരിട്ടു. കളിയിലെ ഏക ഗോൾ നേടി ഡേവിഡ് വിയ ഹീറോയായി മാറിയതോടെ സ്പെയിൻ ക്വാർട്ടറിലേക്ക് കടന്നു. പരാഗ്വേക്കെതിരായ ക്വാർട്ടർ പോരാട്ടം അതിൻ്റെതായ വെല്ലുവിളികളാണ് സമ്മാനിച്ചത്. ഇരു ടീമുകളും ഗോളവസരങ്ങൾ സൃഷ്ടിച്ചതോടെ മത്സരം വാശിയേറിയതും സമനിലയിലുമായി. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ പരാഗ്വേക്ക് ഒരു പെനാൽറ്റി ലഭിച്ചെങ്കിലും സ്പാനിഷ് ഗോൾ കീപ്പർ ഐക്കർ കസിയസ് ഒരു നിർണായക സേവ് നടത്തി. ഒടുവിൽ ഡേവിഡ് വിയ ഒരിക്കൽ കൂടി വല കണ്ടെത്തിയതോടെ സ്പെയിൻ 1-0 എന്ന വിജയം ഉറപ്പിച്ചു. സെമി ഫൈനലിൽ സ്പെയിൻ തങ്ങളുടെ ചിരവൈരികളായ ജർമ്മനിയെ ഏറെ പ്രതീക്ഷയോടെ നേരിട്ടു. മധ്യനിരയെ നിയന്ത്രിച്ചും ജർമ്മനിയുടെ ആക്രമണ അവസരങ്ങൾ പരിമിതപ്പെടുത്തിയും സ്പാനിഷ് ടീം തങ്ങളുടെ ട്രേഡ് മാർക്ക് പൊസിഷൻ ഫുട്ബോൾ പ്രദർശിപ്പിച്ചു. സാവി ഹെർണാണ്ടസിന്റെ കോർണറിൽ നിന്ന് കാർലസ് പുവേൽ നേടിയ ഹെഡർ ഗോൾ 1-0 എന്ന വിജയമുറപ്പിച്ചു സ്പെയിനിനെ ലോകകപ്പ് ഫൈനലിലേക്ക് നയിച്ചു. 2010 ജൂലൈ 11 ജോഹന്നാസ്ബർഗിലെ സോക്കർ സിറ്റി സ്റ്റേഡിയത്തിൽ സ്പെയിൻ നെതർലൻഡ്സിനെ ദ ഗ്രാൻഡ് ഫിനാലെയിൽ നേരിട്ടു. ഇരു ടീമുകളും ആധിപത്യത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയ മത്സരം കായികപരവും കടുത്ത പോരാട്ടം നിറഞ്ഞതുമായിരുന്നു. സ്പെയിനിന്റെ ഫ്ലൂയിഡ് പാസിംഗ് ഗെയിമിനെ തടസ്സപ്പെടുത്താൻ ഡച്ചുകാർ ശക്തമായ ഒരു സമീപനം സ്വീകരിച്ചു. എക്സ്ട്രാ ടൈമിന്റെ 116 മിനിറ്റിലായിരുന്നു ഫൈനലിലെ നിർണായകമായ നിമിഷം പിറന്നത്. പെനാൾട്ടി ഏരിയയ്ക്കുള്ളിൽ സെസ്ക് ഫാബ്രിക്കാസിന്റെ പാസ് സ്വീകരിച്ച ആൻഡ്രേസ് ഇനിയസ്റ്റ ഒരു ഉഗ്രൻ ഷോട്ടിലൂടെ പന്ത് വലയിലെത്തിച്ചു. ഇനിയസ്റ്റയുടെ ഗോളിൽ സ്പെയിൻ 1-0 ജയിച്ച് ചരിത്രത്തിലാദ്യമായി ലോകകപ്പ് ചാമ്പ്യന്മാരായി. ഇനിയസ്റ്റയുടെ മാച്ച് വിന്നിംഗ് ഗോളും കെസിയസിന്റെ നിർണായക സേവുകളും പോലെയുള്ള വ്യക്തിഗത മിടുക്കിന്റെ സമ്മിശ്രണം മാത്രമായിരുന്നില്ല. സ്പാനിഷ് ടീമിന്റെ ഒത്തൊരുമയുടെയും ചെറുത്തുനിൽപ്പും പ്രകടമാക്കുന്ന കൂട്ടായ പരിശ്രമം കൂടിയായിരുന്നു ഈ വിജയം. സാവി ഹെർണാണ്ടസ്, സെർജിയോ റാമോസ്, ഡേവിഡ് വിയ തുടങ്ങിയ കളിക്കാർ ടൂർണമെന്റിലുടനീളം നിർണായക പങ്കുവഹിച്ചു. സ്പെയിനിന്റെ വിജയത്തിന് നിർണായക സംഭാവനകളും നൽകി.